Hi guys, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 8 ഗ്രൂപ്പ് എക്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 റൂട്ട് എഫ് ഓഫ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇഫ് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 ആൻഡ് എഫ് ഡാഷ് 1 ഈസ് ഈക്വൽ ടു 3. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 റൂട്ട് എഫ് ഓഫ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1ൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1ഉം എഫ് ഡാഷ് 1 ഈസ് ഈക്വൽ ടു 3ഉം ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡയറക്റ്റായിട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1 വെച്ച് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ 0/0 ആയിട്ട് ഇപ്പോൾ അപ്പോൾ നമുക്കിത് ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. സോ ഇവിടെ മുകളിലും താഴെ നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് എടുക്കുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് എക്സ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന 1/2 റൂട്ട് എക്സ് ആണ്. സോ 1/2 റൂട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് മൈനസ് ഇവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ആ ഒരു ടൈം നമുക്ക് ഒഴിവാക്കാം. ഡിവൈഡ് ബൈ ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ദെൻ ഇവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ 1/2 റൂട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ 1. ഈ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ വാല്യൂ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 1/2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു ദാറ്റ്സ് 1 കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 1 തന്നെയാണ് ഇൻറ്റു 1 ഇൻറ്റു എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ 3 ആണ്. ദാറ്റ് ഇസ് എഫ് ഡാഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 1 ഈ ഒരു വാല്യൂ വരുന്ന സമയത്ത് ഇവിടെ 3/2 എന്ന് വരും. 3/2 ദെൻ ഡിവൈഡ് ബൈ 1 വാല്യൂ വ്യത്യാസമൊന്നുമില്ല. ആൻസർ എന്ത് വരും 3/2. അപ്പോൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, നൺ ഓഫ് ദിസ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഓഫ് പരാബോള എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -22y. ഓപ്ഷൻ എ 2y minus 11 is equal to 0. Option B 2x minus 11 is equal to 0. Option C 2x plus 11 is equal to 0. Option D 2y plus 11 is equal to 0. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു പരാബോളയുടെ ഇക്വേഷൻ നൽകിയിട്ടുണ്ട് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -22y. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ ഈ ഒരു പരാബോളയുടെ ഫോം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay എന്ന ഫോമിലാണ്. അപ്പോൾ ഈ ഒരു ഫോമിലാവുന്ന സമയത്ത് ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണാൻ y മൈനസ് എ ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി പരാബോളയുടെ ഇക്വേഷൻ ഇവിടെ 22y ആണെങ്കിൽ നോർമൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഡയറക്ട്രിക്സ് കാണാനുള്ള ഇക്വേഷൻ y പ്ലസ് എ ഈസ് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ നമുക്കിവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് നമുക്കിവിടെ ഡയറക്ട്രിക്സ് കാണാനുള്ള ഇക്വേഷൻ y മൈനസ് എ ഈസ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്കിനി എയുടെ വാല്യൂ കാണണം. അപ്പോൾ ഈ ഒരു -4ay എന്ന് എയുടെ വാല്യൂ കാണണം. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന വാല്യൂ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -22y ആണ്. ഇപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് -22y ഈസ് ഈക്വൽ ടു -4ay. അപ്പോൾ ഇവിടെ വൈയും ക്യാൻസൽ ചെയ്തു, നെഗറ്റീവും ക്യാൻസൽ ചെയ്തു. സോ എ ഈസ് ഈക്വൽ ടു 22/4 എന്ന് വരും. ദാറ്റ് ഈസ് 11/2. അപ്പം എയുടെ വാല്യൂ നമുക്ക് കിട്ടി 11/2. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കിട്ടും. ദാറ്റ് ഈസ് y മൈനസ് 11/2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 11/2. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വൈയുടെ ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫോമിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. സോ 2y ഈസ് ഈക്വൽ ടു 11 then 2y minus 11 is equal to 0. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഡയറക്ട്രിക്സ് നമുക്ക് നൽകിയിരിക്കുന്ന പരാബോള എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -22yയുടെ. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 2y minus 11 is equal to 0. അടുത്ത ചോദ്യം, 3 groups of children contain 3 girls and 1 boy, 2 girls and 2 boys, 1 girl and 3 boys. One child is selected at randomly from each group. The probability that the
3 selected consist of 1 girl and 2 boys. Option A 13/32, option B 2/32, option C 9/32, option D 1/32. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് 3 സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളത് 3 ഗേളും 1 ബോയ് ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളത് 2 ഗേളും 2 ബോയ് ആണ്. മൂന്നാമത്തെ സെറ്റ് ഓഫ് ഗ്രൂപ്പിലുള്ളത് 1 ഗേളും 3 ബോയ് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഗ്രൂപ്പൊന്നും ഓരോ കുട്ടികളെ വീതം എടുക്കുകയാണ്. അതിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ഗേളും 2 ബോയും കിട്ടണം. അങ്ങനെയെങ്കിൽ ഈ ഒരു ചാൻസ് അതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുക്കുന്ന സമയത്ത് വരുന്ന 3 ടൈപ്പ് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം അത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തേൽ ഇപ്പോൾ നമ്മൾ 1 ബോയും അടുത്തതൊരു ബോയ് കിട്ടാൻ സാധ്യതയുണ്ട്, അടുത്തൊരു ഗേൾ കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ അടുത്ത റോല് നമ്മൾ ഒരാൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത 1 ബോയ് കിട്ടുകയാണെങ്കിൽ അടുത്ത ഗേൾ ആയിരിക്കാം, അടുത്തത് ബോയ് ആയിരിക്കാം. ഇനി അല്ലെങ്കിൽ അടുത്ത സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഗേൾ ആവാം, രണ്ടാമത്തത് ബോയ് ആവാം, മൂന്നാമത്തതും ബോയ് ആവാം. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് സാധ്യതകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ കണ്ടിട്ട് ടോട്ടലായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ എടുക്കണം. അപ്പോൾ ഒന്നാമത്തത് ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് ബോയ് ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ഇവിടെ ആകെ 1 ബോയ് ഉള്ളൂ. സോ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ദെൻ ഇൻറ്റു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നായിരിക്കും നമുക്ക് ബോയ് കിട്ടുന്നെങ്കിൽ ഇവിടെ ടോട്ടൽ 2 ബോയ്സ് ഉണ്ട്. സോ 2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു നെക്സ്റ്റ് ഈ ഒരു ഗേളിനെ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ 1 ഗേൾ ഉള്ളൂ, 1/4. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 2/4 കട്ട് ചെയ്താൽ വെച്ച് 1/2 ആവും. അപ്പോൾ ഇവിടെ മുകളിൽ 1 വന്നു. 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 ഇൻറ്റു 2 8 ആണ്. 8 ഇൻറ്റു 4 എന്ന് പറയുന്നത് 32 ആണ്. സോ 1/32 ആണ് ഇവിടുത്തെ പ്രോബബിലിറ്റി. ഇനി നമുക്ക് ഈ കേസ് എടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഇവിടെ ബോയ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ബോയ് ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ടോട്ടൽ 1 ബോയ് ആണുള്ളത്. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു നെക്സ്റ്റ് ഗേൾ ആണ് ഈ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ ഇവിടെ 2/4 ഇൻറ്റു നെക്സ്റ്റ് പിന്നെ ബോയ് ആണുള്ളത് ഈ ഗ്രൂപ്പിൽ നിന്ന്. ഈ ഗ്രൂപ്പിൽ 3 ബോയ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 3/4 എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1/2 തന്നെ വന്നു. സോ ഇവിടെ എന്ത് വരും? 3 ഡിവൈഡഡ് ബൈ 32 എന്ന് വരും. അപ്പോൾ നെക്സ്റ്റ് ഈ പ്രോബബിലിറ്റിയാണ് എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ നമുക്ക് ഗേൾ ആണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ 3 ഗേൾസ് ഉണ്ട്. സോ എന്ത് വരും? ഇവിടെ 3/4 ഇൻറ്റു രണ്ടാമത്തത് ബോയ് ആണ്. അപ്പോൾ ഇവിടെ 2 ബോയ് ഉണ്ട്, 2/4 ഇൻറ്റു നെക്സ്റ്റ് ബോയ് ആണ്. അപ്പോൾ ഇവിടെ 3 ബോയ്സ് ഉണ്ട്, 3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1/2 ആയി. ഇവിടെ മുകളിൽ 3 ഇൻറ്റു 3 9 ആണ്. 9 ഡിവൈഡഡ് ബൈ 32. അപ്പോൾ ഈ ഒരു 3 സെറ്റിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി. ഒന്ന് 1/32 ആണ്, 3/32 ആണ്, ദെൻ 9/32 ആണ്. ഇനി ഇത് 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടും. ദാറ്റ് ഈസ് 1/32 പ്ലസ് 3/32 പ്ലസ് 9/32. ഇപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം 32 ആണ്. 32 ദെൻ ഇവിടെ 1 പ്ലസ് 3 പ്ലസ് 9 ദാറ്റ് ഈസ് 13. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 13/32 ആണ്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ ഹൗ മെനി വേസ് എ 3-digit നമ്പർ ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1, 4, 3, 6, 5 and 7 such that the number is divisible by 5 and none of the digit is being repeated? Option A 5, option B 10, option C 20, option D 15. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1, 4, 3, 6, 5 and 7. അപ്പം ഈ നമ്പറുകൾ വെച്ചിട്ട് നമുക്കൊരു 3-digit നമ്പർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3-digit നമ്പർ എന്തായാലും 5 കൊണ്ട് ഡിവൈഡ് ആവുകയും വേണം. ആ ഒരു 3-digitൽ ഒരു നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരരുത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര നമ്പർ ഉണ്ടാവും എന്നാണ്, അങ്ങനെയെങ്കിൽ എത്ര 3-digit നമ്പർ ഉണ്ടാവും എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 5 കൊണ്ട് ഡിവൈഡ് ആവണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 5 ആയിരിക്കണം അല്ലെങ്കിൽ 0 ആയിരിക്കണം.
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നതിൽ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും നമുക്ക് നൽകിയിരിക്കുന്നത് 3 3 ഡിജിറ്റ് നമ്പറിൽ ലാസ്റ്റ് അക്കം എന്ന് പറയുന്നത് എപ്പോഴും 5 ആയിരിക്കും. ഇനി നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള 2 ഡിജിറ്റിൽ, അതായത് ഈ 5 അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 4 3 6 7 എന്നുള്ളത് ഈ ഒരു ഫസ്റ്റത്തെ 2 പ്ലേസിലേക്കാണ് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇനിയുടെ ബാലൻസ് ഉള്ളത് 5 നമ്പേഴ്സാണ്. അപ്പോൾ ഈ 5 നമ്പറിന് നമ്മൾ ബാക്കിയുള്ള 2 പ്ലേസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 5p2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും, 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും, ഇവിടെ 5 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയലാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മുകളിൽ 4 × 5 മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 20. അപ്പോൾ 20 നമ്പറുകൾ കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു 5 ഇവിടുന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെയുള്ള ഡിജിറ്റിലേക്കാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 1 വെച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തത് 1, രണ്ടാമത്തത് 4, രണ്ടാമത്തത് 3, രണ്ടാമത്തത് 6, രണ്ടാമത്തെ നമ്പർ 7. ഇനി 4 വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ 4, ദെൻ നെക്സ്റ്റ് 3, നെക്സ്റ്റ് 6, നെക്സ്റ്റ് 7, ദെൻ നെക്സ്റ്റ് 6 ഫസ്റ്റ് നമ്പർ വരികയാണെങ്കിൽ സെക്കൻഡ് നമ്പർ 1, ഇവിടുത്തെ നെക്സ്റ്റ് 4, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 7, ദെൻ ഇവിടെ 7 ആണ് ഇനി ഫസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ഈ ഒരു 1 നെക്സ്റ്റിൽ വരും, ദെൻ 4 നെക്സ്റ്റിൽ വരും, 3 നെക്സ്റ്റിൽ വരും, 6 നെക്സ്റ്റിൽ വരും. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം കിട്ടും, 20 എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഏതാണ് നമുക്ക് എളുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴി നമുക്ക് ചെയ്യാം. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 20 നമ്പേഴ്സാണ് ഇവിടെ ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ √3 + 1 ഹോൾ റൈസ് ടു 8. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 9. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് √3 + 8 ഹോൾ റൈസ് ടു 8ൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് കാണാൻ ഇതിൻ്റെ ജനറൽ ഫോം x + y റേസ് ടു n ആണ്. അപ്പോൾ ഇവിടുത്തെ എത്ര ടേം ഉണ്ടെന്ന് കാണുന്നത് ദാറ്റ് ഈസ് n + 1 ചെയ്താൽ മതി. അതായത് ഇവിടെ n എന്ന് പറഞ്ഞാൽ ഇവിടെ 8 ആണ്. 8 + 1 ദാറ്റ് ഈസ് 9 ടേമാണ് ഇവിടെ ഉണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 9. അടുത്ത ചോദ്യം, ഫൈൻഡ് dy/dx ഇഫ് xy + y² = tan x + y. ഓപ്ഷൻ എ 6 x - y ഡിവൈഡഡ് ബൈ x + 2y - 1. ഓപ്ഷൻ ബി cos x - y ഡിവൈഡഡ് ബൈ x - 2y - 1. ഓപ്ഷൻ സി 6 x - y ഡിവൈഡഡ് ബൈ x + 2y + 1. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഇക്വേഷൻ നൽകിയിട്ടുണ്ട്, xy + y² = tan x + y എന്ന ഇക്വേഷൻ്റെ dy/dx എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ഭാഗത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട്. സോ ഇവിടെ d/dx ഓഫ് xy + d/dx ഓഫ് y² = d/dx ഓഫ് tan x + dy/dx. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് dy/dx = എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ ഇവിടെ വരുന്നത് x dy/dx പ്ലസ് y dx/dx പ്ലസ് ഇവിടെ 2y dy/dx tan x-ൻ്റെ ഡെറിവേറ്റീവ് 6 x ആണ്. സോ 6² x പ്ലസ് dy/dx. ഇനി നമുക്കിവിടെ കോമൺ ടേം ഉണ്ട്, ഇവിടെ dx/dx ഉണ്ട്, ജസ്റ്റ് കട്ട് ചെയ്യാം. ഇനി ഈ dy/dx എല്ലാം ഒരു ഭാഗത്തേക്കും ബാക്കിയുള്ളതിനെ സമത്തിനപ്പുറത്തേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ x dy/dx പ്ലസ് ഇവിടുത്തെ 2y dy/dx. ഇനി ഇവിടെ നിന്നുള്ള ഈ dy/dx ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും, മൈനസ് dy/dx = 6² x. ഇനി ഇവിടുത്തെ പ്ലസ് വൈനെ സമത്തിനപ്പുറത്ത് എടുക്കുമ്പോൾ -y. ഇനി നമുക്കിവിടെ കോമൺ ആയിട്ട് dy/dx പുറത്തെടുക്കുകയാണെങ്കിൽ dy/dx x + 2y - 1 = 6² x - y. നമുക്ക് dy/dx എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ dy/dx =
ഈ ഒരു ടേമിനെ സമ്മത്തിനപ്പുറത്ത് എടുക്കുക, ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ ഈ ഒരു ടേം എക്സ് പ്ലസ് 2y മൈനസ് 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2y മൈനസ് 1. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് ദ പോയിന്റ്സ് -2, 5, -2, 2 ആൻഡ് 8, a ആർ കൊലീനിയർ, then the value of a is ഓപ്ഷൻ എ -5/2, ഓപ്ഷൻ ബി 5/2, ഓപ്ഷൻ സി 3/2, ഓപ്ഷൻ ഡി 1/2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമുക്ക് 3 പോയിന്റ് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് -2 -5ഉം 2 -2ഉം നെക്സ്റ്റ് നൽകിയിരിക്കുന്നത് 8ഉം എയും ആണ്. അപ്പോൾ ഇത് 3ഉം കൊലീനിയർ ആണ്. അങ്ങനെയെങ്കിൽ എയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് ഡിറ്റർമിനൻ്റ് കാണണം, എന്നിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അതിന് എയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിത് മാറ്റി എഴുതുകയാണെങ്കിൽ -2 -5 1, 2 -2 1, 8a 1. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ ഇസ് ഈക്വൽ ടു 0. നമുക്കിതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുകയാണ്. അപ്പോൾ ഇവിടെ -2 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -2 ആണ്, -1 ഇൻറ്റു എ ദാറ്റ് ഈസ് എ, നെക്സ്റ്റ് മൈനസ്, ഇപ്പോൾ നെക്സ്റ്റ് ടേം ഇവിടെ 5 ആണ്, -5 ആണ്, -5 ബ്രാക്കറ്റ് ഓഫ്. ഇനി നമുക്കിവിടെ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, നെക്സ്റ്റ് 1 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8 ആണ്, ദാറ്റ് ഈസ് 2 - 8 പ്ലസ് നെക്സ്റ്റ് ഇവിടെ 1 ആണ് വരുന്ന ടേം. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2a ആണ്, ദെൻ മൈനസ് ഇവിടെ -2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ -16 ആണ്. സോ 2a -16 എന്നുള്ളത് നമുക്ക് പ്ലസ് ആക്കി തന്നെ എഴുതാം. ഇവിടെ -2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്, ദെൻ -2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ +2a ആണ്. അപ്പോൾ ഇവിടെ 2 - 8 എന്ന് പറഞ്ഞാൽ -6 ആണ്, -6 ഇൻറ്റു -5 എന്നാൽ 30 ആണ്, ഒരു മൈനസ് കൂടെ പുറത്തുണ്ട്, സോ -30 പ്ലസ് നെക്സ്റ്റ് ഇത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2a + 16. നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2aയും 2aയും ദാറ്റ് ഈസ് 4a. ഇനി ഇവിടെ 4 - 30 + 60, അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് -10 ആണ്, ഈസ് ഈക്വൽ ടു 0. സോ 4a ഈസ് ഈക്വൽ ടു 10, a ഈസ് ഈക്വൽ ടു 10/4. അപ്പോൾ നമ്മുടെ എയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 10/4 എന്ന് നമുക്ക് വീണ്ടും ചെറുതാക്കുകയാണെങ്കിൽ നമുക്ക് 5/2 എന്ന് വരും. സോ ഓപ്ഷൻ ബി ആണ് ശരിത്തരം, 5/2. അടുത്ത ചോദ്യം, ഓർഡർ ഓഫ് √1 + d² y/dx² the whole square is equal to 3y d³ y dx³. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ഇക്വേഷൻ നൽകിയിട്ടുണ്ട്, ദാറ്റ് ഈസ് √1 + d² y/dx² the whole square is equal to 3y d³ y/dx³. ഇതിൻ്റെ ഓർഡർ കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർഡർ കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് ഈ റൂട്ടിനെ നമുക്ക് √1/2 ആക്കിയിട്ട് ഇവിടെ എഴുതാം. സോ √1/2 എന്നായി. ഇനി നമുക്ക് രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 1/2 പോയി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ, അപ്പം ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യാണ്, രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്യാം. അപ്പോൾ അവിടെ കിട്ടുന്നത്, ഇപ്പോൾ ഈ ഒരു 2/2, ഇപ്പോൾ ഈ ഒരു ടേം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഉണ്ടാകുന്നത് 1 + d² y/dx² the whole square is equal to, ഇനി ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 9y² d³ y/dx³². അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഓർഡർ കാണാം. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഓർഡർ എന്ന് പറയുന്നത് തേർഡ് ഓർഡർ ആണ്. സോ ഓർഡർ ഇവിടെ 3 ആണ്. ഇതിൻ്റെ ഡിഗ്രി ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? 2. സോ ഡിഗ്രി 2. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓർഡർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓപ്ഷൻ സി ആണ് ശരിത്തരം, ഓർഡർ ഇസ് 3. അടുത്ത ചോദ്യം, ഫോർ ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 f of x is equal to log to the base 8x, what does f inverse x is equal? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ f of x is equal to
ലോഗ് ടു ദ ബേസ് 8x എന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ എന്ന് നമ്മൾ പറയും. സോ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ഈ ഒരു എഫ് ഓഫ് എക്സിനെ മാറ്റി എഴുതാണ്. സോ ഇനി നമ്മൾ ഇവിടുത്തെ എക്സിനെ വൈ ആക്കി റീപ്ലേസ് ചെയ്യാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 8y. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 8y. ഇനി നമുക്കിതിൻ്റെ ആൻറ്റി ലോഗ് എടുക്കുകയാണെങ്കിൽ y ഇസ് ഈക്വൽ ടു 8 റേസ് ടു എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എഫ് ഇൻവേഴ്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞെങ്കിൽ 8 റേസ് ടു എക്സ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ശരിത്തരം, 8 റേസ് ടു എക്സ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.